നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് പ്രത്യേക സുരക്ഷയും പരിഗണനയും നൽകി ഒമാൻ. സൗജന്യ കോവിഡ് വാക്സിൻ നൽകുക എന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് ഒമാൻ. കൂടുതൽ സ്ഥലങ്ങളിൽ വിദേശികൾക്ക് സൗജന്യ വാക്സിൻ നൽകുക എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. മസ്കറ്റിൽ മാത്രമല്ല, സുഖിലെ സ്ഥാപനങ്ങളിലുള്ളവർക്കും വാക്സിൻ എടുക്കാൻ അപ്പോയിന്റ്മെന്റ് കാർഡ് നൽകുക കൂടി ചെയ്തിരിക്കുകയാണ്. വാക്സിനേഷൻ ക്യാമ്പ് ഇന്ന് സിബ്ല മത്രയിലാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത് സൂഖിലുള്ളവർക്ക് മാത്രമാണ്. ഞായറാഴ്ച വൈകിട്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ കടകളിലെത്തി വാക്സിൻ എടുക്കാത്തവരുടെ വിവരങ്ങൾ ചോദിച്ച് അപ്പോയിന്റ്മെന്റ് കാർഡ് നൽകുകയും ചെയ്തു. ഞായറാഴ്ച മുതൽ സൗജന്യ വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. ദാഹിറ ഗവർണറേറ്റിൽ വിദേശ തൊഴിലാളികൾക്കും ഞായറാഴ്ച മുതൽ സൗജന്യ വാക്സിനേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ബ്യൂട്ടി സലൂൺ ജീവനക്കാർ, വീട്ടുജോലിക്കാർ, കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ബാർബർമാർ എന്നിവർക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. പിന്നീട് മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ആരോഗ്യവകുപ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത്. ഇബ്രിയയിലെ അൽ മുഹല്ല ബിൻ അബി സൂഫ ഹാൾ, ദങ്കിലെ സ്പോർട്സ് ഹാൾ, യൻകലിൽ വാലി ഓഫീസ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ വാക്സിൻ വിതരണം നടക്കുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്ന ലിങ്കിൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് രജിസ്റ്റർ ചെയ്യുക. മസീറയിൽ വെള്ളിയാഴ്ച മുതൽ തന്നെ വിദേശികൾക്ക് വാക്സിനേഷൻ തുടങ്ങിയിരുന്നു. വാക്സിൻ വിതരണം നടക്കുന്നത് മസീറ സ്പോർട്സ് ഹാളിലാണ്. ഇവിടെ എത്തി വാക്സിൻ സ്വീകരിക്കുന്നത് 100 കണക്കിന് വിദേശികളാണ്. സൗജന്യ വാക്സിനേഷൻ നൽകാൻ ഒമാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചതോടെ ആശ്വാസത്തിലായിരിക്കുകയാണ് വിദേശികൾ. കുറഞ്ഞ വരുമാനത്തിൽ ഒമാനിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കാണ് ആരോഗ്യവകുപ്പിന്റെ ഈ തീരുമാനം ഫലപ്രദമാകുന്നത്. കോവിഡ് കാരണം മാസങ്ങളായി ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ വാക്സിനായി 22 റിയാൽ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് സൗജന്യ വാക്സിൻ സൗകര്യം അധികൃതർ തയ്യാറാക്കിയത്. സൗജന്യ വാക്സിനേഷൻ വിദേശികൾക്കും എത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ തീരുമാനം വേഗത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. സൗജന്യ വാക്സിനേഷൻ വിദേശികൾക്കും എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ തീരുമാനം വേഗത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. രാവിലെ 8-നും 9-നും ഇടയിൽ വാക്സിനേഷൻ കേന്ദ്രത്തിൽ കൃത്യമായി എത്തണം. ടോക്കൺ നമ്പർ അനുസരിച്ച് വാക്സിൻ സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട്. സ്വകാര്യ ക്ലിനിക്കുകളിൽ പോയി വാക്സിൻ സ്വീകരിക്കാൻ നിന്ന പലർക്കും സൗജന്യ വാക്സിൻ കിട്ടിയത് വളരെ വലിയ ഉപകാരം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.